ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിഷു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. അപ്പം നമുക്ക് കണി ഒരുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കണി ഒരുക്കുന്നത് കുറേ സാധനങ്ങളൊന്നുമില്ല, ഉള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണി ഒരുക്കുന്നത്. അപ്പോൾ കണി ഒരുക്കണ വീഡിയോ എടുത്തിട്ടില്ല. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് കണി കാണപ്പോൾ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം സമയം 4:30. നമ്മളെ കണി കാണാൻ നമ്മൾ തന്നെ, ബാക്കിയുള്ളവരെ നമുക്ക് നീപ്പിക്കാം. ഇങ്ങനെ ഈ വർഷത്തെ വിഷുക്കണി ഗൈസ്, അങ്ങനെ കെട്ടിയോനെ വിളിക്കാം ഗൈസ്, കെട്ടിയോനെ നീപ്പിക്കാം ഗൈസ്. ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. നേരത്തെ എണീച്ചതുകൊണ്ട് നേരെ ഇപ്പോൾ 4:30-5 മണി ആവണുള്ളൂ. അതാണ് ഗൈസ്, ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളെ പാവയ്ക്കാ തീയലാണ്. ഇവിടെ ഉണ്ടോ അവിയൽ. നമ്മുടെ 2 കറിയായി. നമ്മൾ അത് വീഡിയോയിൽ കാണിച്ചിരുന്നില്ല ഗൈസ്. തീയൽ നിങ്ങൾ കണ്ടല്ലോ, കയ്പ്പിക്കുക തീയൽ. പിന്നെ പച്ചടി ആയിട്ടുണ്ട്. ഇനി അവിയൽ ഉണ്ടാക്കുകയാണ് ഗൈസ്. അവിയൽ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത്, ഗ്യാസിലല്ല. അപ്പം അത് തീ കത്തിച്ച് അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ വയ്ക്കാം. ഇതാണ് സാമ്പാർ. കഷ്ണങ്ങൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേഗം എന്നാൽ പിന്നെ വേഗം പരിപ്പും കഷ്ണങ്ങളും വേവിച്ചെടുത്താൽ വേഗം സാമ്പാറാക്കാമല്ലോ. ഓക്കെ. ഇനി ഒരു തരം വേറെ മത്തനാട്ടോ, എന്തോ ഒരു സാധാ മത്തനാണ്. ഒരു മത്തൻ കൊണ്ട് എലിശ്ശേരി, മത്തനും പരിപ്പാണ് കേട്ടോ എലിശ്ശേരി വയ്ക്കണേ. നമ്മൾ അരിയും പയറ് വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് വേവുന്നുണ്ട് അടുപ്പിൽ, തേങ്ങ പിഴിയുന്നുണ്ട്, ചിരവുന്നുണ്ട്. ഇത് സാമ്പാർ തേങ്ങ അരയ്ക്കുന്നതിന് മുന്നുള്ളതാണ് കേട്ടോ. എന്താ ഇങ്ങനെ വിചാരിക്കുന്നത്. അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണേ. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് അമ്പലത്തിൽ. കുറച്ച് നേരമൊക്കെ നിന്ന് കിട്ടാ. പിന്നെ ഞങ്ങൾ അവിടുന്ന് എടുത്തതിന് ശേഷം ഉള്ളിൽ കയറുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്ത്. മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നല്ല ഫീലാണല്ലേ. കിളിയുടെ സ്വരമൊക്കെ കേൾക്കാൻ നല്ല 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 ഒരു കാതിനൊരു കുളിർമല്ലേ. ഈ വെള്ളപ്പൂവ് മുല്ലപ്പൂവാണോ എന്നാ തന്നുട്ടി ചോദിക്കുന്നത്. വെള്ളക്കാഴ്ച, ക്യാബേജ് തോരൻ, എലിശ്ശേരി, സാമ്പാർ, തീയൽ, അവിയൽ, പപ്പടം, ഇഞ്ചി, ചോറ്. നമ്മൾ വിഷു ആയിട്ട് അടുത്ത വീട്ടിലത്തെ താത്താനൊക്കെ വിളിച്ചിട്ടുണ്ട്. വേറെ കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മളിവിടെ അങ്ങനെയാണ് പെരുന്നാൾക്ക്. നമ്മൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. പിന്നെ വിഷു സദ്യ വിളമ്പുമ്പോൾ പല തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും, അങ്ങോട്ട് ക്ഷമിക്കുക. പുളിയിഞ്ചി വന്നു, പിന്നെ എലിശ്ശേരി വന്നു, അത് പുളിശ്ശേരി. പിന്നെ അതെന്താ അത് അവിയൽ വിളമ്പോ, ഇത് വിളമ്പേ എന്താ തീയൽ വിളമ്പേ, തീയൽ, അച്ചാറ്, എങ്ങാനും കയ്യൊന്ന് അച്ചാറ്. ഞാൻ തീയൽ വിളമ്പേ, ഉപ്പേരി. ഇതൊക്കെ ഞാൻ പിന്നെ പറയേണ്ടി വരും.
നേരെ പപ്പടത്തിന്റെ താഴെ വിളമ്പടാ വിളമ്പന്നാലേ ഉള്ളി നെക്സ്റ്റ് എന്താ ഇനിയൊന്നുമില്ലതോ പപ്പടം ഒന്ന് പപ്പടം ഫുഡ് കഴിച്ചപ്പോഴേക്കും ഗസ്റ്റ് വന്നതുകൊണ്ട് നമ്മൾ ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്തു, പാത്രത്തിലൊഴിച്ച് ഗ്ലാസ്സിൽ കൊടുക്കുന്ന ടേസ്റ്റ് വേറെയും പപ്പടം പായസം ഇങ്ങനെ കഴിക്കുന്നത് വേറെയല്ലേ ടേസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കേട്ടോ. ഇനി എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത് രാത്രിക്കുള്ള പരിപാടിയാണ്. അപ്പം നമ്മളെ പോലെ വട്ടുള്ള കുറച്ച് പിന്നെ ഫാമിലീനും കൂടി കിട്ടുക, പിന്നെ ഒരു മുഴുവട്ട് നല്ല ചില്ലാവുമല്ലോ അല്ലേ. അപ്പം ഞങ്ങളിത് ഗ്രൗണ്ടിൽ പോയിട്ടാണ് ഗൈസ് ഞങ്ങളുടെ ഈ കലാവിരുത്. ഇന്നലത്തെ മുറ്റത്ത് ഇന്ന് ഗ്രൗണ്ടിൽ അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് വിഷുവിൻ്റെ ആഘോഷിച്ചു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.